കണ്ട അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നു. Alright, it's going to be a sharp scratch in a second, okay? Just relax for me. Okay. മുമ്പ് എന്നെ അഡ്മിറ്റ് ചെയ്താ? എന്നെ അഡ്മിറ്റ് ചെയ്തു തോന്നുന്നു. പണി പാളി ഗൈസ്. നമുക്ക് രണ്ടുപേർക്ക് നല്ല വിശക്കണുണ്ടേ. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഫുഡ് എല്ലായിടത്തുനിന്നും കിട്ടാൻ വഴിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ എന്നോടേക്ക് ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. ഇവിടെ ഹലോ ഗൈസ്, ഞങ്ങളിന്ന് വീണ്ടും എവിടെയാണ്? ഹോസ്പിറ്റലിൽ പിന്നെ വരേണ്ടി വന്നു. ഞങ്ങളിന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ വന്നേക്കാണ് ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആൻറ്റിബയോട്ടിക്സ് ഞങ്ങൾ തീർന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക്സും പാരസെറ്റാമോളൊന്നും ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇത്രയും ദിവസമായില്ലേ, ഇപ്പോൾ 8 ദിവസമായി. 8 ദിവസമായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും പനി വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, എനിക്ക് തോന്നണേ ബ്ലഡിൽ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊരു സംശയം അല്ലേ. അവർ വിളിച്ചു പറഞ്ഞു, നമ്മൾ ട്രയാച്ചിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പനി ഉണ്ടെന്നാണ് ഇപ്പോൾ അവർ വരാൻ. അവർക്ക് ചെറിയ ഇവർ വന്ന് ചെക്ക് ചെയ്തു. തലവേദന. അപ്പോൾ ചെറുതായിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ മെഷീനിൽ നോക്കി അവരുടെ മെഷീനിൽ നോക്കി കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ ചെറുതായിട്ടുണ്ട്. അവരത് ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഡോക്ടർ വന്നെന്ന് അവർ പറയണേ. അപ്പോൾ ഡോക്ടർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ, എല്ലാവരും നോക്കുന്നുണ്ടാവും. അതെന്താ ഇത്രയും കുറവ്? എനിക്കത് വയ്യായ്ക പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി വയ്യായ്ക പോലെ തന്നെ തോന്നണേ. ആണോ? ആണ് നീ അത് പറയാത്തെ? ഞാൻ അതെല്ലാം ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞില്ലേ, എനിക്ക് വയറ് വേദന എടുക്കുക. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര പനി പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് ഞാൻ നീ പറയണ്ട, നീ പറഞ്ഞത് വയ്യായ നീ പറയണം. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ തോന്നിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ നമ്മൾ കാണാൻ പറഞ്ഞു. അല്ല, ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല. ടെമ്പറേച്ചർ ഉള്ളതുപോലെ നീ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ടെമ്പറേച്ചർ ഉള്ളതുപോലെ തോന്നുന്നു. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി ഇൻഫെക്ഷൻ ആണോ എന്ന് ചോദിച്ചു നോക്കണം അവരോട്. ഇവർക്കൊരു ഉത്തരവാദിത്തമില്ല. നീ എന്താ ടെൻഷൻ അടിക്കുന്നത്? ഹാർട്ട് റേറ്റ് 99 ആയല്ലോ. ഹാർട്ട് റേറ്റ് 99 ആ, അതാ പെണ്ണ് ഡയറക്റ്റ് രണ്ടാമതെടുത്ത് നോക്കിയേ. ആ പെണ്ണ് വന്നിട്ട് നിന്റെ കൈ പിടിച്ചായിട്ട് നോക്കിയില്ലേ? അത് ഹാർട്ട് റേറ്റ് മിക്കവാറും കൂടുതലായതുകൊണ്ട് പുള്ളിക്കാരിക്കും ചെക്ക് പൾസ് വീണ്ടും ചെക്ക് ചെയ്തു. അങ്ങനെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും റെസ്റ്റ് റൂമിൽ പോയിരുന്നിട്ട് ഞങ്ങൾ അതിനുശേഷം വീണ്ടും അവർ ഡോക്ടർ വന്നു ഞങ്ങളെ വിളിക്കാൻ. ഇപ്പോൾ വന്നു ഒരു സ്റ്റുഡൻറ്റ് ഡോക്ടർ പോലെ എന്തോ തോന്നുന്നു. പുള്ളി പഠിച്ചിറങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ സീനിയറിനോടാണ് പുള്ളി പറഞ്ഞത്. പുള്ളി വന്ന് എന്തോ റിഫ്ലക്ഷൻസ്, കാലിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ വെച്ച് നോക്കിയത്. ഒരു ചിറ്റിക പോലെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ സാധനം വെച്ചിട്ട് പുള്ളി അടിച്ചൊക്കെ നോക്കി കാലിലും കയ്യിലൊക്കെ. ഇത് എന്ത് സാധനം ഇത്? കണ്ണാടി അറിയില്ല. പുള്ളി കാലിലൊക്കെ റിഫ്ലക്ഷൻ നോക്കി, കയ്യിലെ നോക്കി. അവസാനം പുള്ളി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചോദിച്ചു. പുള്ളി എഴുതിയെടുത്ത് എന്തൊക്കെയോ ചെവിയുടെ കുഴപ്പം, കണ്ണിൻ്റെ കുഴപ്പമാണെന്നൊക്കെ ചോദിക്കാനുണ്ടായി. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവർ എന്തൊക്കെയോ ചോദിക്കണ്ട, എന്തൊക്കെയോ പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്, ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ സീനിയർ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ബെറ്ററാണ്, ഫാർ ബെറ്റർ. സിസ്റ്റം നാട്ടിൽ ഭയങ്കര പൊളിയാണ്. നമ്മളൊക്കെ ഇവിടെ വന്നു. സത്യം, നമ്മളവിടെ ഒക്കെ 1/2 മണിക്കൂർ ചെയ്തത് ഇവന്മാരെന്താണെന്ന് പറഞ്ഞിട്ടിരിക്കും. ഇവിടെ 1/2 മണിക്കൂറല്ല, ഇവിടെ 14 മണിക്കൂറൊക്കെയാ. വീണ്ടും പിടിച്ച് കടത്തിയത്. നീ വേണമെങ്കിൽ ഉറങ്ങിക്കൂടി. ഒരു കട്ടിലൂടെ ഉണ്ടാകുന്ന സുഖമാണ്. എന്നിട്ട് വേണം എന്നെ കാലവാരിയിട്ട് അടിക്കാൻ. You can relax now. You can relax. Good job. Alright, it's going to be a sharp scratch in a second, okay? Just relax for me. Okay. Sharp scratch. You're doing a good job. It's all done. Okay. Now we're just doing the blood test, alright? Okay. Getting blood everywhere. Sorry. Alright, so
Let me get that blood sent off, and we'll get you that pain relief soon and figure out which antibiotic to get you. Alright? I'll see you in a minute. എന്താണ് മാഡത്തിന് പറയാനുള്ളത്? എന്നിട്ട് ഞാൻ അവിടെ കുത്തേ ഇനി അത് പുളി എന്താ പറഞ്ഞത്? ഞാൻ അപ്പൊ രണ്ടും അവിടെ കുത്താന്ന് പറഞ്ഞു. ഇതേ ചോര ആക്കിന്ന് പറഞ്ഞാൽ ശരി, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെയും ചോരയുണ്ട്. അത് ഇത് അന്ന് അത് അന്ന് എടുത്തപ്പോഴും അങ്ങനെ തന്നെ വന്നു. ആ അമ്പോ എന്നെ അഡ്മിറ്റ് ചെയ്തു തോന്നുന്നു. പണി മാറി ഗൈസ്, ഞങ്ങൾ ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്തു. അയ്യോ കുഞ്ഞൂട്ടൻ്റെ കാര്യം വിളിച്ചിട്ട് സങ്കടമായിട്ട് കള്ള. കുഞ്ഞൂട്ടനോട് പറ. അവനെ കൊണ്ടുവന്നിരുന്നെങ്കിലോ, ഓയ്യോ അങ്ങനെ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോയല്ലോ, അത് നോക്കാം. എന്നിട്ട് ഇൻഫെക്ഷൻ്റെ ഇത് ഭയങ്കര കൂടുതലാണെങ്കിൽ IV ആൻറ്റിബയോട്ടിക് തരാം. അതല്ലെങ്കിൽ കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക് ഓർലി തന്നിട്ട് വിടും. എപ്പോഴാണ് റിസൾട്ട് തന്നെ? 4 മണിക്കൂറായിട്ടേ മിക്കവാറും എടുക്കും. ഇതിൽ എൻ്റെ ആ ഡയലോഗ് ഉണ്ടാകും, ഇതിലും ഗതികെട്ടവൻ ആരെങ്കിലും ഉണ്ടെന്ന് പറയണ പോലെ ഈ ആശുപത്രിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയത് എപ്പോൾ തൊട്ടാ? പ്രഗ്നൻസി എത്ര മണിക്കൂർ നമ്മൾ എന്നിട്ട് പാർക്കിംഗ് ചാർജ് എത്രയുണ്ടാവും? 19 ഉണ്ടാവും. ഇപ്പോൾ എന്നെ പോസ്റ്റാക്കിയിട്ട് ചേട്ടനും ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഞങ്ങളോട് ഇപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ചെയ്തു, അപ്പോൾ IV ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണം, 24 hours മോണിറ്റർ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. പിന്നെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരോടെന്തോ പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് റിസൾട്ട് എന്തോ അത് ചെയ്യാൻ വേണ്ടി. പിന്നെ അതൊന്നും പോരാണ്ട് CT സ്കാനും കൂടി ചെയ്ത് നോക്കണം. അപ്പം എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്യുകയാണ്. 24 hours കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ സ്റ്റേ ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 4:30 ആയപ്പോൾ എത്തിയതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല വിശക്കണുണ്ടായി. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഫുഡ് എല്ലായിടത്തുനിന്നും കിട്ടാൻ വഴിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. കിട്ടുമോ എന്നറിയില്ല. ഹോസ്പിറ്റലിനകത്തൊരു കഫേ ഉണ്ട്, പക്ഷേ ആ കഫേ ഈ പറഞ്ഞ പോലെ 9 മണി എന്തോ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. പക്ഷേ ഇവർ ഞങ്ങളോട് വന്ന് പറഞ്ഞത് 9 മണിക്കാണ്. അതുകൊണ്ട് ഇനി പുറത്ത് പോകാനും പറ്റുമോയെന്ന് അറിയില്ല. കാരണം വൺസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് കയറ്റില്ല. 7 മണിക്ക് ശേഷം ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തില്ല. അതുകൊണ്ട് ചേട്ടനെ പുറത്ത് വിടാനും എനിക്ക് പേടിയാണ്. എങ്ങാനും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനകത്ത് ഒറ്റയ്ക്കാവും. വീട്ടിൽ ഈ പറഞ്ഞ പോലെ അമ്മ ഉള്ളതുകൊണ്ട് കൊച്ചിനെ അമ്മ നോക്കിക്കോളും. പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ ഫുഡ് എല്ലാം കിട്ടുമോ എന്ന് നോക്കാൻ പോയിട്ടുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു എന്തെങ്കിലും. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ CT സ്കാൻ ചെയ്യുവാണെങ്കിൽ ഇത്ര മണിക്കൂറിന് മുന്നേ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാതും ചേട്ടനെങ്കിലും കിട്ടിയാൽ മതി. പോയിട്ടുണ്ട്, നോക്കട്ടെ എന്താവുന്നു. എന്തായി, എല്ലാം കിട്ടിയോ? ഒരെണ്ണേ ഉള്ളൂ? എനിക്ക് മാത്രമേ ഉള്ളൂ? കഴിച്ചാ? എന്നാൽ കുഴപ്പമില്ല, കിട്ടിയാൽ മതി. എവിടെ നിന്നാണ് കിട്ടിയത്? എന്തിട്ടാ കിട്ടിയത്? എന്താ ചിക്കൻ ടിക്ക മസാല മാത്രമാണോ? അത് റൈസ് ഉണ്ടോ? അറിയില്ല, ഇനി ഇവർ കഴിക്കാൻ സമ്മതിക്കുവാണെങ്കിൽ കഴിക്കാം. അന്നേരം പോയി ഹീറ്റ് ചെയ്യാന്ന. ഒരു മിഡ് വൈഫ് വന്ന് ഒബ്സർവേഷൻസ് എടുക്കാൻ. ടെമ്പറേച്ചർ കുറയാനുണ്ട് ഇപ്പോൾ. 37.38. അവരൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പം എൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു തന്നെയുണ്ട്. അപ്പം അങ്ങനെ പറയാൻ ആക്ച്വലി പറ്റില്ല. ആ അതെ, അറിയില്ല എന്താന്ന്. കുറഞ്ഞ് കഴിഞ്ഞ് ഇവർ പറഞ്ഞപ്പോൾ വിടും. പിന്നെ ഇൻഫെക്ഷൻ ചെക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എനിക്കറിയില്ല ആക്ച്വലി. ചെക്ക് ചെയ്തിട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകണതാണ് നല്ലത്. എന്തായാലും സ്കാനും ഇതൊക്കെ ചെയ്യാന്നാണല്ലോ പറഞ്ഞേ. നീ എന്തിനു വന്നതാ? എന്തിനാ പാടില്ലാത്ത കൈ? നീ കൈ ഒന്ന് കാണിച്ചേ. ആ കൈ വെച്ച്, ആ കൈ വെച്ചാണോ നീ ഇടുന്നത്?
വല്ലാത്തൊരു അവസ്ഥ. നമ്മൾ ലുക്കിന് കുറവ് വരുത്താൻ പാടില്ല. പിന്നെ അന്ന് പ്രസവിക്കാൻ വന്നപ്പോൾ പോലും എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ല. പെട്ടെന്ന് ഒന്നുകൊണ്ട് കൂടുതലില്ലല്ലോ. ഈ കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ഇവിടെ ഡോക്ടർ വന്നു. മറ്റേ ഡോക്ടർ പോയിട്ടോ. ആദ്യം ഉണ്ടാകുന്ന ഡോക്ടർ എല്ലാം എക്സാമിൻ ചെയ്ത് വേറൊരു പെണ്ണ് ഡോക്ടറാന്ന് തോന്നുന്നത്, അഞ്ചാടിയാന്ന് തോന്നുന്നു പുള്ളിക്കാരി വന്നു. വീണ്ടും നോക്കി സാധനങ്ങൾ. പുള്ളിക്കാരി പറയണത് എന്താ, എന്തൊക്കെയോ പറഞ്ഞു. ഈ മറ്റേ ഡോക്ടർ പറഞ്ഞ കാര്യമൊന്നും ഇവർക്ക് അറിയില്ല എന്നുണ്ട്. അവരെന്നോട് ചോദിക്കും ആൻറ്റിബയോട്ടിക്സ് എടുത്തില്ലേ നൈവി. ഞാൻ പിന്നെ എടുത്തിട്ടില്ല, ഇത് കുത്തി വെച്ചിട്ട് അവർ പോയതല്ലേ, ആൻറ്റിബയോട്ടിക്സ് ഒന്നും തന്നില്ലല്ലോ. എന്ത് ഇൻഫെക്ഷൻ എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർ ആദ്യമൊക്കെ പറഞ്ഞു MRI ഒക്കെ എടുക്കണം. MRI അല്ല, CT സ്കാൻ. ഇപ്പോൾ ഞാൻ ചോദിച്ചു സ്കാൻ എടുക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ സ്കാൻ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവര് തോന്നുന്ന ഇപ്പൊ പുതിയ ആക്ച്വലി എനിക്കിപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ എനിക്ക് തന്നെ മൊത്തത്തിൽ. നീ എനിക്കൊന്നും ചെയ്യാണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ടെമ്പറേച്ചർ കുറയണേ? എടി അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ചെയ്തപ്പോൾ അതിനകത്ത് എന്തോ കണ്ടു. അതുകൊണ്ടാണ് അവരിവിടെ ഒബ്സർവേഷൻ എടുക്കാൻ പറഞ്ഞത്. ഇൻഫെക്ഷൻ്റെ അളവുണ്ടാവും കുറച്ചെങ്കിലും. പക്ഷേ ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും ആളോ നിൽക്കണേ. ഇപ്പം എനിക്ക് കുറഞ്ഞു. CT വെറുതെ ഇപ്പോൾ എടുക്കണ്ട, കാരണം ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഉള്ളതാണ്. അതിന് വല്ല ചാൻസ് കൂടുതലാണ് മറ്റെന്തെങ്കിലും പകരാൻ. സോ അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 24 hours ഒബ്സർവേഷൻ ഇപ്പോഴും തുടരാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കല്ല, അതിനെപ്പറ്റി അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഓറൽ തന്നെ എടുക്കാം. അത് ഗുളിക രീതിയിൽ മാത്രം കഴിക്കാം എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ 10 വരെ വെയിറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നത്. എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞൂട്ടൻ അവിടെ കിടന്ന് ചെറുതായിട്ട് എനിക്ക് അമ്മ അവിടെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനവിടെ കുഴപ്പമില്ല, ഉറക്കം. അതെ, അവനിവിടെ ഇവർ ചോദിച്ചു എന്നോട് കൊണ്ടുവരണമെങ്കിൽ അവനിവിടെ കൊണ്ടുവന്ന ഈ ഒരു ചെറിയ റൂമാണ്. ഈ ചെറിയ റൂമിനകത്ത് അവനെയും കിടത്തി, പിന്നെ അവൻ്റെ പാഡ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള കുറേ പ്രശ്നം. പിന്നെ അവനെ കയ്യെടുത്ത് നടക്കാൻ പാടില്ല. അങ്ങനെ അവനെപ്പോഴും അവനൊരു പ്രശ്നമുണ്ട്. അവനെ എനിക്ക് കഴിഞ്ഞാൽ അവനെ കയ്യിലെടുത്ത് ഉറക്കണം. എന്നാൽ മാത്രമേ അവന് പറ്റുള്ളൂ, അല്ലാണ്ട് അവൻ പറ്റില്ല. അവൻ ചിലപ്പോൾ കീറി പൊളിക്കുക ഇടയ്ക്ക്. അപ്പം പിന്നെ അവന് നൈറ്റ് ഉറക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറ്റില്ല. തൽക്കാലം ഫോർമുല മിൽക്ക് കൊടുത്ത് അമ്മ നോക്കിക്കോളും. ഞാൻ ഒരു കാര്യം പറയട്ടെ ഏട്ടാ, ഇവരിപ്പോൾ ഓറലി ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോകൂടെ? അവരെന്താ പറയണത്? അവരിപ്പോൾ രാത്രി 12 മണിക്ക് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് പോവാം. ഗുളിക കിട്ടി. അപ്പോൾ അവർ ഗുളികയായിട്ട് അവിടെ തന്നെ എന്താണെന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അതെ, അപ്പോൾ IV എടുക്കണ്ട, അപ്പോൾ ഗുളിക കഴിച്ചാൽ മതി. അപ്പോൾ ഗുളിക കഴിച്ചിട്ട് എന്തായാലും ഡിസ്ചാർജ് ചെയ്യില്ല. ഇന്ന് ബ്ലഡ് ടെസ്റ്റ് രാവിലെ ഒന്നുകൂടെ ചെയ്യും. ഇനി ഒന്നുകൂടെ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഒന്നുകൂടെ മിക്കവാറും ഇതിന് ശേഷം വീണ്ടും നീ ഗുളിക കഴിക്കേണ്ടി വരും. എത്ര മണിക്കൂർ? അപ്പോൾ അവർ ചെക്ക് ചെയ്ത് വീണ്ടും കുറയുന്നുണ്ട് എങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ അവർ വീണ്ടും IV സ്റ്റാർട്ട് ചെയ്യും. പിന്നെയുള്ള ബാക്കി പ്രൊസീജിയറിലേക്ക് പോകും. അപ്പോൾ എന്തായാലും അവർ ഗുളികയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. പെപ്പർ ചിക്കനാ. ഞാനിപ്പോൾ പെപ്പർ ചിക്കനാക്കി. പെപ്പർ ചിക്കനായി. ക്വാണ്ടിറ്റി ഒക്കെ കളയാ, പക്ഷെ ടേസ്റ്റ് നോക്ക്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്ക്. ദേ കളയണം. നല്ല ചൂടുണ്ട് മോളെ. എണ്ണാക്കിലേക്ക് വെക്കല്ലേ. ഉണ്ടോ? എനിക്ക് പക്ഷെ ഇഷ്ടമായില്ല. ആണോ? അത് തന്നെയാണിത്. എനിക്കങ്ങ് ഇഷ്ടമായില്ല. ഇട്ടോടെ എരിവുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. ഓക്കെ അല്ലേ? ഹാപ്പി? ഹലോ ഗൈസ്, നമ്മളെ അപ്പോൾ ഒരു വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വാർഡ്. ഒരു സെപ്പറേറ്റ് റൂമാണ് കേട്ടോ. സൈഡ് റൂം എന്ന് പറയണ ഇവിടെ ചെറിയൊരു വാഷിംഗ് ബേസിൻ.
ഒരു പ്രൈവറ്റ് ബാത്റൂം. പക്ഷെ പ്രൈവറ്റ് ബാത്റൂം ആണെങ്കിൽ തന്നെ ഒരു റൂമായിട്ട് ഷെയർ. ഒരു റൂമായിട്ട് ഷെയർ, അപ്പുറമുള്ള ആൾക്കും അപ്പുറമുള്ള റൂം ആൾക്കാർക്കും ഷെയർ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് രണ്ടും ഇപ്പുറന്ന് മതിലുണ്ട് അപ്പുറന്ന് മതിലുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു കട്ടിൽ. ഇതൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ. രണ്ടെണ്ണമുണ്ട് സാനിറ്ററി സ്നാപ്പ്. പിന്നെ അടിപൊളി ചേട്ടന് സുഖമായിട്ട് കിടക്കണമെന്ന് ഉറങ്ങാം. പക്ഷെ അവർ നിർത്തില്ല കേട്ടോ. അവരെന്നോട് പറഞ്ഞു വീട്ടിൽ പോക്കോ, 10:30 കഴിഞ്ഞില്ലേ, 1 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ പോക്കണം പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്കിനി വീട്ടിൽ പോകേണ്ട വരും. അപ്പോൾ 1 മണിക്കൂർ തന്നെ എനിക്ക് ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ പോവാണ്. ഇവിടെ നടക്കാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല. ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഇടാം. ആ ലൈറ്റ് ഇട്ട് വെച്ചാൽ ആ ലൈറ്റ് കിടന്നോട്ടെ. വേറെ ഒന്നുമില്ല. വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. തണുത്ത നല്ല ചില്ല് ട്രെയിൻ. കൈ പാടില്ല കേട്ടോ, നോക്കിയോട്ടെ. അപ്പം ഞാനെന്നാൽ പോയിട്ട് രാവിലെ ഒരു 7:30 ആയിട്ട് വരാം. ഞാൻ പതുക്കെ തന്നെയുള്ളൂ. നിനക്കിപ്പോൾ നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. കൊച്ചുണ്ടാവണ്ട. അപ്പം ഞാൻ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പതുക്കെ സെറ്റായിട്ട് ഞാൻ വരാം. അപ്പം അങ്ങനെ ഇത് ഓക്കെ. ഓക്കെ, അപ്പം അതാണിത്. വന്നാലേ ഇവര് നോക്കുള്ളൂ. പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ചെക്കിങ്ങും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൈൻഡും ഉണ്ടാവൂല, ചത്താ പോലും അറിയൂല. ശരിയെന്നാ. അപ്പൊ നാളെ ചേട്ടൻ വരുമ്പോ എനിക്ക് ഡ്രസ്സ്. അപ്പം നാളെ മോർണിംഗ് 8 o'clock അല്ലെങ്കിൽ 8 o'clock 8:30 കാണാം. കൊച്ചിനെ കൂടെ കാര്യം നോക്കി അവനെ ഞാൻ പതുക്കെ പൊക്കിക്കൊണ്ട് വരാം. ശരി എന്നാ, ബൈ, ഗുഡ് നൈറ്റ്.